ഓരോ ജില്ല തിരിച്ചുള്ള മണ്ഡലങ്ങളുടെ ലിസ്റ്റാണ് കാണുന്നത് പ്രേക്ഷകർക്ക്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൊല്ലം വന്നു. അപ്പോൾ കൊല്ലത്ത് അവിടെ കൃത്യമായി ഇപ്പൊ ചടയമംഗലത്ത് ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് വിജയിച്ചത് എന്നുള്ളത് കൃത്യമായി വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയും. കൂടി കാണാൻ പറ്റും. വട്ടിയൂർക്കാവിൽ ആരാണോ ലീഡ് എടുക്കുന്നത് അവർക്ക് എത്ര വോട്ടിന്റെ ലീഡ് എന്നത് കൂടി കാണാൻ പറ്റും എന്നതാണ് ആ ഒരു മഞ്ഞ യെല്ലോ ബാൻഡിന്റെ പ്രത്യേകത. അവിടേക്ക് നോക്കിയാൽ നിങ്ങളുടെ ജില്ല എങ്ങനെ ചിന്തിച്ചു, നിങ്ങളുടെ ജില്ല എങ്ങനെ വോട്ട് ചെയ്തു എന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം ചുവന്ന നിറമാണ്. നമുക്ക് അറിയാം ആരായിരിക്കും നമുക്ക് ഭരിക്കാൻ പോകുന്ന മുന്നണി എന്ന്. LDF, UDF, NDA ഇതിൽ ആരൊക്കെ എത്ര സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ആ റെഡ് ബാൻഡിൽ മുകളിൽ കൃത്യമായിട്ടും കേരളത്തിന്റെ പൊതുചിത്രം എന്ന് പറയാം. ആ റെഡ് ബാൻഡ് അവിടെ LDF-നാണോ ലീഡ്, UDF-നാണോ ലീഡ്, എത്രയിടത്ത് ലീഡ് എന്നത് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. NDA-ക്ക് ലീഡ് ഉണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. അപ്പോൾ കേരളത്തിന്റെ ഒറ്റ ചിത്രം വേണമെങ്കിൽ ആ റെഡ് ബാൻഡിലേക്ക് നോക്കുക. ഓരോ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ വേണമെങ്കിൽ യെല്ലോ ബാൻഡിലേക്ക് നോക്കുക. അതല്ല കേരളത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾ ഈ വോട്ടെണ്ണൽ നടക്കുന്ന ഇടങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ താഴത്തെ ബ്ലൂ ലൈനുകൾ നോക്കുക. ഓരോ അപ്ഡേറ്റ് ടോപ്പിൽ മാത്രമല്ല നമ്മുടെ സെൻട്രൽ ഡെസ്കിൽ നിന്ന്, അതായത് നോയിഡയിൽ നിന്ന് സുവി വിശ്വനാഥനും വിവരങ്ങൾ നൽകി. അവിടെ പാർവതിയുണ്ട്, സുവിയുണ്ട്. വളരെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങൾ നോയിഡയിലും ഒരുക്കിയിട്ടുള്ളത്. അതായത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ അപ്പോൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടി നമ്മളുടെ ഒരു വിപുലമായിട്ടുള്ള സജ്ജീകരണം അവിടെ നോയിഡയിലുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങോട്ട് എല്ലായിടത്തും സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ കൊച്ചിയിലാണ് കണ്ടത് സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന ദൃശ്യങ്ങൾ. എല്ലായിടത്തും ഈ 140 ഇടങ്ങളിലും സ്ട്രോങ് റൂമുകൾ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. 140 മണ്ഡലങ്ങളിലെയും ഫലമടങ്ങുന്ന ഇടങ്ങളിലെ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോവുകയാണ്. ഇനി 1 മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ കേരളം എങ്ങനെ വിധി എഴുതി എന്നറിയാൻ. കേരളം വിധി എഴുതിയതിന്റെ ഫലമറിയാൻ ഇനി നമുക്ക് മണിക്കൂറുകൾ മാത്രം, എണ്ണിത്തുടങ്ങാൻ ഇനി ഏതാണ്ട് 57 മിനിറ്റ് മാത്രം. നാളെ രാവിലെ ഈ സമയം നമുക്ക് പറയാൻ പോകുന്നത് മറ്റു പല കാര്യങ്ങളായിരിക്കും. ആരാണ് ഭരിക്കാൻ പോകുന്നത്, ആരാണ് മുഖ്യമന്ത്രി, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ രാവിലെ നാളത്തെ വാർത്തയിൽ പറയുക. ഈ ദിവസമാണ് D-Day. KPCC ഓഫീസിലിട്ട പന്തലിൽ ഇന്ന് വൈകുന്നേരത്ത് തന്നെ ഫലം അറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചിലപ്പോൾ ഒരു ചർച്ചകൾ തുടങ്ങും കേട്ടോ. നമ്മുടെ AICC-യുടെ നിരീക്ഷകർ ഇവിടുത്തെ ഫലം അറിയാൻ കാത്തിരിക്കുകയാണ്. അവർ വന്ന് വേണം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ. അതിപ്പോ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതിനോടകം തന്നെ അവകാശവാദങ്ങളും ഫ്ലെക്സ് യുദ്ധങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും UDF-ന് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ അവിടെ മുഖ്യമന്ത്രി ആര് എന്നത് തീരുമാനിക്കുന്നതിനായുള്ള ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വേണ്ടിവരും. അവകാശവാദങ്ങൾ എന്നാൽ എലിജിബിൾ ആയിട്ടുള്ള 3 ലീഡേഴ്സ് അതായിരിക്കും. അത് വിട്ടൊരു കളിയില്ല. എന്തായാലും എലിജിബിൾ ആയിട്ടുള്ള 3 ലീഡേഴ്സ് ഉണ്ട്. അവർ പറയുന്നത് അവരുടെ ജനാധിപത്യമാണ്, അവരുടെ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യമാണ് എന്ന് പറയുന്നത്. അത് നമ്മൾ മാനിക്കേണ്ടതാണ്. എന്തായാലും 3 ലീഡേഴ്സിനെ അവർക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. 3 പേരും ഒരുപോലെ എലിജിബിൾ ആണ്. അതിൽ VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം വന്ന ഫ്ലക്സിൽ VS-ന്റെ അനുഭവം ഒക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ ഫ്ലെക്സ്. എന്തായാലും VD സതീശൻ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചതിന്റെ ക്ലെയിം ഉയർത്തുന്നു. സീനിയർ നേതാവ് എന്ന ക്ലെയിം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. KC ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച വ്യക്തി എന്നുള്ള ക്ലെയിം ഉന്നയിക്കുകയാണ്. അപ്പോൾ 3 നേതാക്കളുണ്ട്. തമിഴ്നാട്ടിൽ വളരെ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ TV-ക്ക് എത്രമാത്രം പെർഫോം ചെയ്യും എന്നുള്ളതൊക്കെ കാത്തിരുന്നാണ് ഒരു പ്രതിഫലനം എന്താണ് എന്ന്. നമുക്കൊന്ന് VVR-ലേക്ക് പോകാം. VVR-നുണ്ട് ഇവിടെ സ്ട്രോങ് റൂമുകൾ തിരുവനന്തപുരത്ത് തുറക്കാൻ പോവുകയാണ്. കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് VV അരുൺ ചേരുകയാണ്. അരുൺ, സ്ട്രോങ് റൂമുകൾ തുറന്ന് തുടങ്ങിയിരിക്കുന്നു. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളാണ് രാവിലെ തുറന്നത്. ആ പോസ്റ്റൽ ബാലറ്റുകൾ ഇതിനകം തന്നെ കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ആ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയ ശേഷം 8:15 ഒരുപക്ഷെ EVM മെഷീനുകളുടെ സ്ട്രോങ് റൂമുകൾ തുറക്കുക. എല്ലാ കൗണ്ടിംഗ് സെന്ററുകളിലും ആ രീതിയിലാണ് സജ്ജീകരണങ്ങൾ. സ്ഥാനാർത്ഥികളും അവരുടെ ഏജന്റുമാരും ഒക്കെ ഇതിനകം ഈ കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോഴും കഴിഞ്ഞ നേരത്തെ നമ്മൾ സംസ്ഥാന നേതാക്കളുമൊക്കെ കോൺഗ്രസിന്റെ രമ്യ ഹരിദാസ് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യത്തെ അരമണിക്കൂറോളം ഒരു കൃത്യമായ ഫലസൂചനയിലേക്ക് പോകാൻ കഴിയില്ല. 8:30യോടുകൂടി
EVM മെഷീനുകളിലേക്ക് മാറും. 8:45 ആദ്യ റൗണ്ടിലെ ഫലം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പോസ്റ്റൽ ബാലറ്റുകൾ 8 മണിക്ക് എണ്ണി തുടങ്ങിയാലും ഉടൻ തന്നെ അതിൻ്റെ കണക്കുകൾ പുറത്തു വരാൻ സാധ്യതയില്ല. വളരെ കൃത്യമായി വളരെ വ്യക്തമായി കണക്കുകൾ ഇത്തവണ എണ്ണണം. ഒരു തരത്തിലുള്ള പിഴവും വരരുത്. കാരണം 20,000-ൽ പരം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ വിമർശനം കോടതിയിൽ നിന്ന് അടക്കം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കണക്കുകൾ പാളിപ്പോകരുത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ വിമർശനം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം വലിയ വിമർശനം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി കണക്കുകളിലേക്ക് പോകണമെന്ന നിർദ്ദേശമാണ് ഇതിനകം നൽകിയിട്ടുള്ളത്. പോസ്റ്റൽ ബാലറ്റുകൾ ഈ ടേബിളുകളിലേക്ക്, കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. 8 മണിക്ക് തന്നെ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൃത്യം 8 മണിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് പോസ്റ്റൽ ബാലറ്റുകളുടെ കൗണ്ടിംഗ് ആരംഭിക്കും. ഓരോ മണ്ഡലത്തിലെയും പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് ആരംഭിക്കും. അതിന്റെ ഫലം ആ ഘട്ടത്തിൽ പ്രഖ്യാപിക്കാനിടയില്ല. EVM മെഷീനുകൾ എണ്ണിക്കഴിഞ്ഞ ശേഷം മാത്രമേ അതിനൊപ്പം ഇത് ടാലി ചെയ്യാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകളുടെ കണക്കുകൾ ആദ്യഘട്ടത്തിൽ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. 8 മണിയോടുകൂടി EVM മെഷീനുകൾ സ്ട്രോങ് റൂമുകളിൽ നിന്ന് കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് മാറ്റും. പലയിടങ്ങളിലും സ്ട്രോങ് റൂമുകൾ തുറന്നു, പലയിടങ്ങളിലും ടേബിളുകൾ സജ്ജമാകുന്നു. എന്നാലും ചിലയിടങ്ങളിൽ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചിലയിടങ്ങളിൽ തുറന്ന് വരുന്നതേ ഉള്ളൂ. ഏതാണ്ട് ഇനി 50 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് വോട്ടെണ്ണൽ ആരംഭിക്കാൻ. അപ്പോൾ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ് എല്ലായിടത്തും. എല്ലാ 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂർ ഓരോ റൗണ്ടിലും എടുക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഓരോ റൗണ്ടിലും അരമണിക്കൂർ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് 8:45 തന്നെ ആദ്യ സൂചന അല്ലേ? അതെ, ഇപ്പോൾ ബംഗാളിൽ നിന്നുള്ള വാർത്ത ഞാൻ കാണുകയായിരുന്നു CNN-ൽ. നോക്കൂ, സ്ട്രോങ് റൂമുകളിൽ കറണ്ട് ഇല്ല. സ്ട്രോങ് റൂമുകൾ ലക്ഷ്യം വെക്കുന്നു എന്നൊരു ആരോപണം മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, പോളിംഗ് ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. അതിനുശേഷവും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ക്രമക്കേട് മമതാ ബാനർജി ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഡെലിബറേറ്റ് ആയിട്ട് പവർ കട്ട് ഉണ്ടാക്കുന്നു, അത് സ്ട്രോങ് റൂമുകളെ ലക്ഷ്യം വെക്കുന്നു എന്നൊരു ആരോപണമാണ് മമതാ ബാനർജി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ബംഗാളിൽ എന്താകും, അവിടെ BJP പിടിക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ക്ലാഷ് ഒക്കെ അവിടെ വളരെ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എക്സിറ്റ് പോളുകൾ വളരെ കൗതുകകരമായിട്ടുള്ള റിസൾട്ടുകളാണ്. മമതയുടെ പ്രതികരണം കണ്ടിട്ട് ഇന്ന് അത്ര രസകരമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ നിന്ന് വരും തോന്നുന്നില്ല. കാരണം കേഡർമാരോട് മമതാ ബാനർജി പറയുന്നത് ജനങ്ങളുടെ വോട്ട് സംരക്ഷിക്കണം, അതൊരു ആഹ്വാനമാണ് അല്ലേ? കേന്ദ്രത്തിനെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗം എന്ന് പറയാം. ഒരു ആത്മവിശ്വാസക്കുറവാണോ എന്ന് സംശയിക്കാനും ഇടയുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു സംശയം രേഖപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും മമതാ ബാനർജി എന്നതാണ് ബംഗാളിൽ നിന്ന് വരുന്ന വാർത്ത. എന്തായാലും കേരളത്തിലേക്ക് തന്നെ വന്നാൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി 50 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അരുൺ സൂചിപ്പിച്ചൊരു സാഹചര്യം, ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയാലും അതിന്റെ റിസൾട്ടുകൾ പുറത്തേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അറിയാൻ പോകുന്ന ലീഡ് EVM-ൽ നിന്നുള്ള ലീഡുകൾ തന്നെ ആയിരിക്കും. ഈ പോസ്റ്റൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.